بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والصلاة والسلام على نبينا المصطفى محمد وعلى آله وصحابته أجمعين. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കർശനമായി പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേർക്കുനേരെ പ്രവേശിക്കുകയാണ്. സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് അതിൻ്റെ എതിരാളികൾ സാധാരണ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും അതിനുള്ള മറുപടിയും അതിൻ്റെ നിജസ്ഥിതി വിവരിക്കലുമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. മഗ്‌രിബിന് മുമ്പ് ഞാൻ പറഞ്ഞ മുജാഹിദുകൾ പുത്തൻവാദികളാണെന്ന ആരോപണത്തിൻ്റെ മറുപടി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അവർ പറഞ്ഞു നടക്കുന്ന മറ്റൊരു ആരോപണമാണ് മുജാഹിദുകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യവും സൗഹാർദ്ദവും തകർത്ത് അവർക്കിടയിൽ അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കുവാനാണ് മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി ഏകീകരിക്കുക എന്നതാണ്. എല്ലാ മുസ്ലിങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രം പ്രവർത്തിക്കുക, പിന്നീട് വന്നതെല്ലാം ഒഴിവാക്കുക. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ സലഫു സാലിഹുകളുടെ ജീവിത മാർഗത്തിൽ എല്ലാവരും ഒരുമിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നതും സലഫി പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നതും. യഥാർത്ഥത്തിൽ അതാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം അഥവാ ഖുർആനെ മുറുകെ പിടിക്കണം,
ആ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യനെ യോജിപ്പിക്കുന്ന, വിശ്വാസ സമൂഹത്തെ ഐക്യപ്പെടുത്തുന്ന കാര്യം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിലുള്ള തത്വങ്ങളും സന്ദേശങ്ങളും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റ് മുസ്ലിങ്ങൾ കൂടി അത് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ദൗത്യം അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ള ദൗത്യമാണ്. ബദഅ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബ. ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് അപരിചിതനെ പോലെയാണ്, പിന്നീട് അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. അന്ന് ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർക്കാകുന്ന സ്വർഗം എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മക്കയിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി വരുമ്പോൾ അധികം ആളുകൾക്കും ഇസ്ലാമിനെ കുറിച്ച് പരിചയമില്ല. ഭൂരിപക്ഷവും ഇസ്ലാമിനെ വെറുത്തു. ഇതെന്തൊരു പുതിയ മതം, ഇതൊരു പുത്തൻവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷേ 23 കൊല്ലം കൊണ്ട് 6000-ലധികം വരുന്ന പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇറങ്ങുകയും അതിന്റെ പ്രായോഗിക വിശദീകരണം സ്വന്തം ജീവിതത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയും ചെയ്തപ്പോൾ ആ പരിസരങ്ങളിൽ, മക്കയുടെ പരിസരത്തിൽ മാത്രമല്ല അറേബ്യക്കപ്പുറത്തേക്കും ഇസ്ലാമിന്റെ വെളിച്ചം വീശുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കൺകുളിർക്കെ കണ്ടുകൊണ്ട് വഫാത്താകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസരമുണ്ടാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഖലീഫമാരുടെ കാലം വിജയങ്ങളുടെ കാലമാണ്. ഇസ്ലാമിക സാമ്രാജ്യം വിപുലമാവുകയും ഇസ്ലാമിക സമൂഹത്തിന്റെ ആധിക്യം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അവർ വിസ്തൃതിയിൽ മികച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയോളമെത്തി. അങ്ങനെ ഇസ്ലാം അറിയപ്പെടുകയും ശ്രുതിപ്പെടുകയും ചെയ്തെങ്കിലും കാലമേറെ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്നപ്പോൾ ഉണ്ടായിരുന്ന അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം വീണ്ടും തിരിച്ചു പോകുമെന്നും അന്ന് ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർക്കാകുന്ന സ്വർഗമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആരായിരിക്കും ആ ഖുറബാ, അപരിചിതരായി അറിയപ്പെടുന്നവർ? അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, മൻ യഅസിഹിം അക്തറു മിമ്മൻ യുതിഉഹും ഉനാസുൻ സാലിഹൂന ഫീ ഉനാസി സുഇൻ കതീർ. ഒരുപാട് വൃത്തികെട്ട മനുഷ്യന്മാർക്കിടയിലെ കുറച്ച് നല്ല മനുഷ്യന്മാർ, അവരനുസരിക്കുന്നവർ കുറവായിരിക്കും, അവരെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായിരിക്കും കൂടുതലും. അങ്ങനെയുള്ളൊരു ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നത്തി. എന്റെ ചര്യയിൽ നിന്നും ആളുകൾ എനിക്ക് ശേഷം തകരാറിലാക്കിയതിനെ, കേടുവരുത്തിയതിനെ നന്നാക്കി തീർക്കുന്നവരായിരിക്കും അവർ. ഈ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സ്വഹാബത്തിനും ശേഷം ഈ ദീനിൽ പലതും പുതുതായി കടത്തിക്കൂട്ടപ്പെടുകയും ഇസ്ലാമിക സമുദായം ഇസ്ലാമിന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തപ്പോൾ അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുന്ന പ്രവർത്തനം, 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ തിരിഞ്ഞു നടക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനം, ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക സമുദായമാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന പ്രവർത്തനം, അതാണ് ഇസ്ലാഹി പ്രവർത്തനം. അതൊരിക്കലും ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൽ അല്ലാഹുവല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, അവരുടെ ദർഗകളെ പൂജിക്കുന്ന, അവിടെ ഉറൂസ് നടത്തുന്ന ആളുകൾക്ക് ഇസ്ലാഹി പ്രവർത്തനം ഒരു ഭിന്നിപ്പായി തോന്നും. അവർ ചെയ്യുന്നത് ഇസ്ലാമിന് ഘടകവിരുദ്ധമാണെന്നും ഇസ്ലാമിന്റെ ശഹാദത്ത് കലിമക്കെതിരാണെന്നും പറയുമ്പോൾ അത് നേർക്കുനേരെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ അതിന് ന്യായം കാണും. ഇതോ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ്, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയാണ്, ഇസ്ലാമിക സമുദായത്തെ കാഫിറാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ നേരിടാൻ തുടങ്ങും. ഈ ആരോപണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇന്നും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ 1920-കളിൽ സംഘടിതമായി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമാണ് കേരള മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുടെ വിത്തുപാകിയതെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ പറയുന്ന ഒരു രംഗം, അതാണ് ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. സ്വഹാബത്ത് നമുക്ക് കൈമാറിത്തന്ന ദീൻ കേരളത്തിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം നിലനിന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. 1920-കളിൽ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത് വരെ ആദർശ രംഗത്ത്, ആശയരംഗത്ത് അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു ഭിന്നത കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തതായി ചരിത്രം എവിടെയും രേഖപ്പെടുത്തുന്നില്ല. നീണ്ട 13 നൂറ്റാണ്ട് കാലത്തെ കേരളീയ മുസ്ലിം സമൂഹം സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും യാതൊരു ഭംഗവും കൂടാതെ കൃത്യമായി പകർത്തിപ്പോരുന്നവരായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ,
1400 കൊല്ലമായിട്ട് അതിൽ 100 മൂപ്പർ ഒഴിവാക്കി 1300 നീണ്ട 13 നൂറ്റാണ്ടിൽ കേരള മുസ്ലിമീങ്ങൾക്കല്ല ഒരു ഭിന്നിപ്പുണ്ടായിട്ടില്ല. ഇയാൾ 13 നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതിയ ആളാന്ന് തോന്നുന്നു പറയുന്നേട്ട. ഇസ്ലാമിക സമുദായത്തിൽ എവിടെയൊക്കെ എന്തെല്ലാം മദ്ഹബുകളും കക്ഷികളും പാർട്ടികളും ഗ്രൂപ്പുകളും ഉടലെടുത്തു, അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിക സമുദായത്തിൽ ഉടലെടുത്ത മദ്ഹബുകൾ എന്നാണ്ടായത്? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകൾ. ആ 4 മദ്ഹബുകൾ സമുദായത്തിൽ ഉണ്ടാക്കിയ ഭിന്നത എത്രയാണ്? പരിശുദ്ധ കഅബാലയത്തിന് ചുറ്റുപോലും 4 മിഹ്റാബായിരുന്നു നിസ്കരിക്കാൻ. ഒരു കൂട്ടർ നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റേ മദ്ഹബുകാർ നിസ്കരിക്കുക, ഒരു മദ്ഹബുകാർ നിസ്കരിക്കുമ്പോൾ മറ്റേ മദ്ഹബുകാരും അവരെ ഇമാമും പുറത്ത് കാത്തു നിൽക്കുക. ഈ അവസ്ഥയായിരുന്നില്ലേ സൗദി ഭരണകൂടം വന്ന് 1950-കളിൽ ആ 4 മിഹ്റാബുകളും തകർത്ത് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥ? അതിന്റെയൊക്കെ ചെറിയ പ്രതിഫലനങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടില്ലേ? ഒരു മദ്ഹബുകാരന് മറ്റൊരു മദ്ഹബുകാരനെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, ഒരു മദ്ഹബുകാരന്റെ പെൺകുട്ടിയെ മറ്റൊരു മദ്ഹബുകാരന് കെട്ടാൻ പാടില്ല, ഒരു മദ്ഹബുകാരൻ അറുത്തത് മറ്റൊരു മദ്ഹബിന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചത് എന്നായിരുന്നു? ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലല്ലേ? ആ കിതാബുകളൊക്കെ ഇന്നും ഞങ്ങളുടെ കൈവശമില്ലേ, നിങ്ങളുടെ കൈവശമില്ലേ? പിന്നെ എന്തിനാണ് 13 നൂറ്റാണ്ടിൽ മുസ്ലിം സമുദായത്തിൽ ഒരു ഭിന്നിപ്പും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത്? വേണ്ട, കേരളത്തിൽ തന്നെ തരീഖത്തുകളുടെ പേരിൽ എന്തെല്ലാം അടിപിടികൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? കാളി പ്രശ്നത്തിന്റെ പേരിൽ 2 കൂട്ടർ, കോഴിക്കോട് വലിയ കാളി വലുതായതെങ്ങനെ, ചെറിയ കാളി ചെറുതായതെങ്ങനെ എന്ന് നിങ്ങൾ സെൻസിംഗ് എന്ന മാസികയിൽ എഴുതിയില്ലേ? വലിയ കാളി വലുതായതും ചെറിയ കാളി ചെറുതായതും അതിന്റെ പേരിൽ മുസ്ലിം കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ പരിസരങ്ങളിൽ ആളുകൾ 2 ചേരിയായതും, മുട്ടുള്ളവരും മുട്ടില്ലാത്തവരും, കല്യാണത്തിന് മുട്ടുന്നൊരു ഗ്രൂപ്പ്, കല്യാണത്തിന് മുട്ടാൻ പാടില്ലാത്ത ഒരു ഗ്രൂപ്പ്, ഒരു വീട്ടിൽ പെരുന്നാൾ, അടുത്ത വീട്ടിൽ നോമ്പ്, ഇങ്ങനെയെല്ലാം ഉണ്ടായെന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? മാത്രമല്ല മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കഥാബില്ല, കൊണ്ടോട്ടിയിൽ ഒരു തങ്ങൾ തരീഖത്ത് സ്ഥാപിച്ചു. ബോംബെക്കടുത്ത കല്യാൺ എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടോട്ടിയിൽ വന്നിട്ട് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷിയ വിശ്വാസി, ഷിയായിസം മറച്ചു വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തുകാരനായി അഭിനയിച്ചുകൊണ്ട് അയാൾ ഒരു തരീഖത്ത് സ്ഥാപിച്ചു. ആ തരീഖത്തിന്റെ നിയമം മുരീദന്മാര് ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നായിരുന്നു. അവർ ജാറത്തിന്റെ ആളുകളായിരുന്നു, പലതും അവർക്കുണ്ടായിരുന്നു ഷിയ വിശ്വാസങ്ങൾ. അന്ന് പൊന്നാനി കേന്ദ്രമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് ഇവർ പറയുന്ന ശാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാർ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിൽ ഈ തരീഖത്തിനെ എതിർത്തു. അവരാണ് പൊന്നാനി തരീഖത്തുകാർ, പൊന്നാനി കൈക്കാർ എന്ന് പറയുന്നത്. അവർ പാടി മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, മുരീദന്മാർ കഥാബില്ലെന്ന് കൊണ്ടോട്ടിക്കാർ പാടിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പൊന്നാനിക്കാര് പാടി മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കഥാബുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയല്ല, അവൻ കള്ളനാണ്, അവന്റെ മുരീദായാൽ അദാബുണ്ട്. 2 ചേരിയായി. കൊണ്ടോട്ടിക്കാരടുത്ത് തിന്നാൻ പാടില്ലെന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്വ പുറപ്പെടുവിച്ചില്ലേ? കൊണ്ടോട്ടിക്കാർ മുസ്ലിം ആയിട്ടല്ലാത്തത് കൊണ്ടാണോ? പരസ്പരം തലാഖ് നടന്നില്ലേ? ബഹിഷ്കരണ ഫത്വ പുറപ്പെടുവിച്ചില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ഉണ്ടായത് 1920-കൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ? അപ്പൊ ഒരു ഭിന്നിപ്പും കഴിഞ്ഞ മുസ്ലിം ലോകത്ത്, മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് ചരിത്രമറിയാത്ത യാക്കൗമിനെ പിടിച്ചു നിർത്താൻ തൽക്കാലം ഉപകരിക്കുമെങ്കിലും മുജാഹിദ് പ്രവർത്തകർ ഉള്ളിടത്ത പരിപ്പ് വേവുകയില്ല എന്ന് SK-കാര് മനസ്സിലാക്കിയിരിക്കുന്നത് നന്ന്. നിങ്ങളെ നേതാവിനെ ഒന്ന് ചരിത്രം പഠിപ്പിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾ മുസ്ലിം സമുദായത്തെ കാഫിറാക്കി മുശ്രിക്കാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ആരോപിച്ച കൂട്ടർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് ഫത്വ ഇറക്കിയത് ആരാ? ഉള്ളാളത്തങ്ങ് കുഞ്ഞിക്കോയത്തങ്ങള്. അതിനെ സംബന്ധിച്ച് SK-കാര് തന്നെ എഴുതിയിട്ടില്ലേ? SK-കാരുടെ പത്രത്തിൽ എഴുതിയിട്ടില്ലേ? ഉള്ളാളം തങ്ങളുടെ നടപടി ധിക്കാരം. കണ്ടോ, എഴുതി നോക്കൂ. 50,000-ൽ പരം ഇസ്ലാമത പണ്ഡിതന്മാരുടെയും വടകര മുഹമ്മദ് ആജിത്തങ്ങൾ, CM വലിയുല്ലാഹി, മടവൂർ തുടങ്ങിയ ഔലിയാക്കളുടെയും ഗുരുവര്യനും ആത്മീയ നേതാവുമായ മർഹൂം ശംസുലുലമയെ മതഭ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങളുടെ നിലപാട് ധിക്കാരപരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്ന് സുന്നി യുവജന സംഘം SKSF കാസർഗോഡ് ജില്ലാ പ്രവർത്തക സമിതി യോഗം പ്രസ്താവിച്ചു. സ്വന്തം നാട്ടുകാർ ഖാലിസ്ഥാനത്ത് ഒഴിവാക്കിയ കുഞ്ഞിക്കോയത്തങ്ങളെ ഉള്ളാളം ഖാലിസ്ഥാനത്ത് നീക്കം ചെയ്ത് ഉള്ളാളം ജമാഅത്ത് കമ്മിറ്റി മുസ്ലിം സമുദായത്തോട് നീതി പുലർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്വന്തം ഗുരുനാഥനായ ശംസുലുലമയെ മതഭ്രഷ്ടനാക്കുക വഴി ഇസ്ലാമിക ദൃഷ്ട്യാ നിക്കാഹ്, നിസ്കാരം തുടങ്ങിയ മതകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അർഹതയില്ലാതാകയാൽ ഖാലിസ്ഥാനത്ത് സ്വയം പിരിഞ്ഞു പോകാൻ കുഞ്ഞിക്കോയത്തങ്ങളോടും യോഗം ആവശ്യപ്പെട്ടു. അപ്പൊ അയാൾ മുസ്ലിം അല്ല.
കുഞ്ഞിക്കോയത്തങ്ങൾ മുസ്ലിം അല്ലാതായി. കാരണം എന്താ? മുശ്രിക്കല്ലാത്ത അല്ലെങ്കിൽ കാഫിറല്ലാത്ത ഇ കെ അബൂബക്കർ കാഫിറാണെന്ന് പറഞ്ഞു. ഇത് ചന്ദ്രിക 2000 മെയ് 4 വ്യാഴം. ഇത് വന്നിട്ടില്ലേ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ ഈ ഖുർആൻ പരിഭാഷ എഴുതിയ വകയിൽ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മുത്തുണ്ണി മൗലവി എന്നറിയപ്പെടുന്ന KV മുഹമ്മദ് ഉസ്യാർ കൂറ്റനാട്, അയാൾ കാഫിറും മുർത്തദ്ദുമാണെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഒസങ്കടിയിൽ വെച്ച് വായിച്ചു. പേരോടിന്റെ മുഖമാകെ വാടി, അദ്ദേഹം നിന്ന് ഉയറി, അദ്ദേഹത്തിന് വിളർച്ച വന്നു. അതെല്ലാം നിങ്ങൾക്ക് പലപ്പോഴും പല ക്ലിപ്പുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുർഷിക്കും ഖുർആൻ പരിഭാഷ കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫരിയത്തിൽ എത്തിയിട്ടില്ലല്ലോ. ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പോകേണ്ട ഒരാളോട് ദുബായി പോകാന്ന് വെച്ചാൽ എവിടുക്കാ പോണു? ഞാൻ എയർപോർട്ടിലേക്ക്, അത് സൗദിയിലേക്ക്. സൗദിയിൽ എത്തിയോ? അല്ല, എയർപോർട്ടിലല്ലേ എത്തിയിട്ടുള്ളൂ. അതുപോലെയാണ്. അപ്പൊ ഹനീഫ് കായക്കൊടി പറഞ്ഞു, ഇതാ എയർപോർട്ടിൽ തന്നെ ദുബായിൽ തന്നെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാഫിറായിട്ട് പ്രഖ്യാപിച്ച വാചകം തന്നെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ഹൊസങ്കടി സംവാദം നേരിൽ കണ്ടവർക്ക് അതറിയാം. പക്ഷെ ഇപ്പോ ഇവർ പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നാ. ഈ ഉള്ളാഴ്ത്തങ്ങൾ അങ്ങനെ കുഫർ പൊത്തൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല, ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് വരെ സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ചന്ദ്രിക വായിച്ച് കേൾപ്പിച്ചത്. എന്ന് മാത്രമല്ല, EK സുന്നികൾ ഈ അടുത്ത് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ തന്നെ ഒരു ഡോക്യുമെന്ററിയിൽ ഉള്ളാളം തങ്ങളുടെ ഈ കുഫർ ഫത്വയെ കുറിച്ചുള്ള ന്യായീകരണം അവർ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. തങ്ങളെ ഇത് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഉള്ളാളം തങ്ങൾ ആ ഭാഗം പറയുന്നത് നിങ്ങളൊന്ന് തൽക്കാലം ശ്രദ്ധിച്ചോളൂ. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫറാക്കി, ഉസ്താദിനെ കാഫറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുഞ്ഞില്ല. നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരോ കൂടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കണം. ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരുണ്ട്, അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോടെ എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കുക. സലാം വിളിക്കുന്നതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞോനൊക്കെ എവിടെ പോയി? ഞാൻ EK കാഫിർ എന്നിട്ട് ഞാൻ ഒലിച്ചു പോയോ? ഞാൻ പറഞ്ഞതല്ല, CM മടവൂര് പറഞ്ഞാണ്. CM മടവൂരിന് മാനസിക രോഗം മൂത്ത സമയത്ത് ആരോടും മുണ്ടാതെ വാതിലടച്ചിരിക്കുന്ന കാലത്ത് പല പിച്ചും ബഹിയും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാ എന്നാണ് ഇപ്പൊ ഇയാൾ പറയണത്. എന്നിട്ടോ അയാൾക്ക് തലക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞതാവുന്ന വെക്കല്ലേ വേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, CM മടവൂര് പറഞ്ഞതാണ്. ഉള്ളാൾ തങ്ങളുടെ പ്രസംഗത്തിലെ വിവാദ വിധേയമായ വരികൾ എന്ന് പറഞ്ഞിട്ട് തന്നെ 2000 ജൂണിലെ സത്യധാരയിൽ ഇവർ ഇതേ വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഔലിയാക്കന്മാരെ പിന്നിൽ പായണ പണിയൊന്നും എനിക്കില്ല, ഒക്കെ നാട്ടുകാർ വാഞ്ഞോട്ടെ, ഞാൻ പായൂല. ഒരു വലിയ ആളാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് CM മടവൂര് പറഞ്ഞതാണ് കഫറാന്ന്, ഞാൻ പറഞ്ഞതല്ല.
അപ്പൊ കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് എന്നോട് CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ പ്രസംഗിച്ച് നടക്കുകയാണ്. എന്നിട്ട് പലരും എതിർത്തവരൊക്കെ എവിടെ പോയി? ഞാൻ ഇപ്പോഴും കുഞ്ഞിക്കോയ വലിയ ഉള്ളാളത്തങ്ങൾ എന്നുള്ള തങ്ങളും ഞാൻ വലിയ AP ഗ്രൂപ്പിന്റെ നേതാവായില്ലേ എന്നാ പറയുന്നത്. കാരണം ഇയാൾക്ക് അപ്പൊ താജുല്ലുലമ പട്ടം കൊടുത്തു. ഈക്കക്കാരിറക്കിയ പിന്നെ ഡോക്യുമെന്ററിയിലുണ്ട്. കെ അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കിയതിന്റെ പേരിൽ താജുല്ലുലമ എന്ന പട്ടം കൊടുത്ത് കാന്തപുരം അയാൾ ആദരിച്ചു. അയാളെ വലിയ സ്ഥാനത്തുയർത്തി. ചിലർക്കൊക്കെ സ്ഥാനം കിട്ടണമെങ്കിൽ അങ്ങനെയാണ്, പോപ്പുലാരിറ്റി, ചീപ്പ് പോപ്പുലാരിറ്റി ആകണം. അതാണ് ഇപ്പൊ ആരാ കാഫിറാക്കിയത്? ആരാ കാഫിറാക്കിയത്? ഞങ്ങൾ ശിർക്കും കുഫറും വിശദീകരിക്കുകയല്ലാതെ ഇന്ന വ്യക്തി കാഫിർ ഇന്ന വ്യക്തി കാഫിർ എന്ന് പറയുന്ന സ്വഭാവമല്ല. അത് ഞങ്ങൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഘടനാപരമായി ഞങ്ങളുടെ നിലപാടതാണെന്ന് വസങ്കടി സംവാദത്തിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഞങ്ങൾ വ്യക്തമായി വിശദീകരിച്ച കാര്യമാണത്. പേരോടും കൂട്ടരും സൽസബിയിലെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് വസങ്കടി സംവാദത്തിൽ ഉച്ചയ്ക്ക് ശേഷം അത് വിഷയമാക്കിയപ്പോൾ അവസാനം എന്തായി? തെളിയിക്കാൻ കഴിഞ്ഞോ? എന്ന് മാത്രമല്ല, ഞങ്ങൾ മുജാഹിദുകളെ സംബന്ധിച്ച് മുബ്തദിഉകൾ എന്ന് മാത്രമേ പറയാറുള്ളൂ, പുത്തൻവാദികൾ എന്നേ പറയാറുള്ളൂ. അവർ കാഫിറാണെന്ന് ഞങ്ങൾ പറയാറില്ല. പക്ഷെ അവർ ഞങ്ങളെക്കുറിച്ച് കാഫിറാണെന്ന് അന്യായമായി ആരോപിക്കുകയാണ് എന്നും ചില ചോട്ടാ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. എന്നാ കേട്ടോളി, വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. വഹാബികളും പിന്നെ മൗദൂദികൾ വരെ എത്ര സോപ്പിട്ട് നോക്കുന്നുണ്ട് അറിയോ? ഈ മുജാഹിദികൾ ഇങ്ങനെ സലഫികൾ ഇങ്ങനെ ശാഖാപരമായ കാര്യം പറഞ്ഞ് തർക്കിക്കണം, ഞങ്ങൾ നിങ്ങളാളന്നെ കേട്ടോ എന്നാണ് ഒഴിഞ്ഞു കൊടുക്കുക. പക്ഷെ അവർക്ക് യാതൊരു ദാക്ഷിണ്യവും കൊടുത്തിട്ടില്ല. ജമ വഹാബി മൗദൂദി ഒറ്റ അടിയ. ഒരുത്തൻ നക്കിക്കൊല്ലുന്നു, ഇവൻ ഞെക്കിക്കൊല്ലുന്നു എന്നാണ് ഖുറാഫികൾ പറയലുള്ളത്. നക്കിയാലും ഞെക്കിയാലും ഞങ്ങൾക്ക് കണക്കന്നെ എന്നാണ് അവരുടെ വാദം. കണ്ടോ, വഹാബികളെയും മൗദൂദികളെയും കാദിയാനികളെ കൂട്ടത്തിലാണ് കൂട്ടിയത്. അർത്ഥം തിന്നാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറാണ് എന്ന് ഇവർ തന്നെ എഴുതി വിട്ടു. സുന്നിവേദി 94 മാർച്ച്. കണ്ടോ, കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്ന് പറയുന്ന AP ഗ്രൂപ്പിന്റെ വലിയ നേതാവാണ്. ആ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, മുജാഹിദുകൾ കാഫറുകളാണെന്ന് സംശയിക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട് കാസർഗോഡ് എന്ന് കേട്ടു. ഓനെ തുറന്നിസ്കരിക്കാനും കൂടി പാടില്ല. മുജാഹിദുകൾ കാഫർ ആണോ അല്ലേ എന്നൊരു സംശയം ഒരു മുസ്ലിയാർക്ക്, എങ്കിലും ഓനെ തുറന്നിസ്കരിക്കാൻ കൂടി പാടില്ല എന്ന് അതേ സുന്നിവേദിയിലും ഇവർ എഴുതി വിട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പൊ കെ ഗ്രൂപ്പിലെ പ്രസിദ്ധ പ്രസംഗകനായ റഹ്മത്തുള്ള കാസിമി മൂത്താടം, അയാൾ തബ്ലീഗിന്റെ ചാരനാണെന്നും തബ്ലീഗിസം സമസ്തയിൽ കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരിൽ ഇവർ കാസറ്റ് ഇറക്കി. കാന്തപുരത്തിന്റെ കുതിപ്പും കാസിമിയുടെ കിതപ്പും. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു വരച്ചാലും തബ്ലീഗുകാരനാണ്, ചാരനാണ്, കള്ളനാണെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വാർഷിക യോഗത്തിൽ വെച്ച് അതിന്റെ മറുപടി പറയാണ്. AP-ക്കാർക്ക് മറുപടി, അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളിയും. ആരാണ് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നത്? മുസ്ലിം സമുദായത്തെ തമ്മിൽ തല്ലിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടി പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3
മൂന്ന് അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയണം, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയല് പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർ ചെയ്യുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ A.P. ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനാണ്, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീനോ സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായി ഉണ്ട് 2 ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത മുസ്തഫ നബി പറഞ്ഞു, അതൊക്കെ വാർത്താന, അതൊക്കെ വാക്ക, തോന്നിയത് വിളിച്ചു പറയല്ല. മുസ്തഫ നബി പറഞ്ഞത് അമ്പിയാക്കൾ വ്യഭിചരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു നബിയുടെ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ലൈംഗിക അശുദ്ധമായ ഒരു ലൈംഗികാവയവത്തിലേക്ക് പ്രാപിക്കാൻ അള്ളാഹു അവർക്ക് ആ നിർഭാഗ്യം കൊടുത്തിട്ടില്ല. അവർ മഅസൂമികളാ. എന്താ മേന? ലൈംഗിക അശുദ്ധിയില്ല ഉള്ള ഒരു സമൂഹം ഞാൻ പറയുന്നില്ല, സാമ്പത്തിക അശുദ്ധിയുള്ള ഒരു സമൂഹം. ഇതെല്ലാവർക്കും ആ പ്രസംഗങ്ങളൊന്ന് വാങ്ങിക്കേൾക്കണം. ആരാ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ആരാ സമുദായത്തെ തമ്മിൽ തല്ലിക്കണത്? എത്ര രക്തസാക്ഷികൾ APEK ബാന്ധവത്തിന്റെ പേരിലുണ്ടായി, APEK ശത്രുതയുടെ പേരിലുണ്ടായി. എന്നിട്ട് ഇപ്പൊ യോജിപ്പിക്കാൻ നടക്കുക. അഹമ്മദ് മർക്കസ് പോകുന്നു, പിന്നെ പട്ടിക്കാട് പോകുന്നു. മർക്കസ് പോയതിനു ശേഷം പട്ടിക്കാട് എന്നപ്പോ ഗോ ബാക്ക് വിളിച്ചു. എന്നിട്ട് ഇപ്പൊ പാണക്കാട്ടേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുക അല്ലേ? നിങ്ങൾ സമുദായത്തെ എന്തൊക്കെയാക്കി? കമ്പി അടിച്ചിട്ട് ഈ തലന്റെ ഈ ഭാഗത്ത് അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് വന്നു. ഇത്തരത്തിലുള്ള എത്ര രക്തസാക്ഷികൾ ഉണ്ടാക്കി. എന്നിട്ട് മുജാഹിദുകളെ കുറിച്ച് പറയാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളെ ഛിദ്രതയുണ്ടാക്കുന്നു, മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കുന്നു എന്ന് ഞങ്ങളെ കുറിച്ച് പറയാ. ഞങ്ങളൊരു തമ്മിൽ തല്ലുണ്ടാക്കുന്നില്ല. ഞങ്ങൾ ഖുർആനും ഹദീസും ജനങ്ങളോട് പറയുമ്പോൾ, ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എതിർക്കുമ്പോൾ അതിന്റെ പങ്കുപറ്റികൾക്കും ഗുണഭോക്താക്കൾക്കുമൊക്കെ അത് ഇഷ്ടപ്പെടില്ല. അവർ വിചാരിക്കും, അതിന്റെ ഓഹരി നമുക്ക് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇവന്മാരെ നമുക്ക് നിരത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണമാണ് മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന വാദം, മുജാഹിദുകൾ കാഫിറാക്കുന്നു എന്ന ഭാഗം. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട്. അത് വെറും ആരോപണമല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പരത്തങ്ങളെ കാക്കണേ, സയ്യിദ് മദനി എന്റെ രോഗം മാറ്റണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള തേട്ടം അത് ഇസ്ലാം വിരോധിച്ചതാണ്. അള്ളാഹു അല്ലാത്തവരുടെ ദുആയാണത്. ദുആ ഇബാദത്താണ്, ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രമേ പാടുള്ളൂ എന്ന തത്വം മുസ്ലിം സമുദായത്തെ ഞങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ പേരിൽ ഞങ്ങളെക്കുറിച്ച് ആരോപണം ഉണ്ടായതെന്താ? മുസ്ലിമീങ്ങളിൽ ശിർക്ക് ആരോപിച്ചു എന്നാണ്. അമ്പലക്കടവ് ഫൈസി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ ഇല്ലാത്ത ശിർക്ക് ആരോപിച്ച് സമുദായത്തെ ഭിന്നിപ്പിച്ചു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. വാസ്തവം എന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അമ്പലക്കടവ് ഫൈസിയാണ് പറയുന്നത് മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്. 921 മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. അവരന്ന് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായി ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആശയം, മുസ്ലിം ജനസമൂഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വന്നിരിക്കുന്നു, അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവർ ബഹുദൈവ വിശ്വാസത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു,
അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ ബാധ്യതയായതുകൊണ്ട് ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, വേൾഡ് തലത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ അവയായിരുന്നു ഷിർക്കിന്റെ പ്രതീകങ്ങളായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന മദതുകൾ, അവരുടെ മഅൂനത്തുകൾ, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധാത്മാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ എന്നും എക്കാലവും ലോകത്തറിയപ്പെട്ടതാണ്. മഹാത്മാക്കളിൽ നിന്നുള്ള സഹായം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചരിത്രത്തിൽ എന്നും കിട്ടിയിട്ടുമുണ്ട്. ഈ മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന സഹായം അത് സ്വീകരിക്കലും ചോദിക്കലും വാങ്ങലും ശിർക്കാണ്. മഹാന്മാരെ അള്ളാഹുവിനോടൊപ്പം ദൈവമായി കരുതലാണ്, സങ്കല്പിക്കലാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവർ ശിർക്ക് ആരോപിച്ചത്. മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവർ ശിർക്ക് ആരോപിച്ചത്. ആരോപിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ, ഇല്ലാത്തത് പറഞ്ഞ് വെച്ച് കെട്ടി പറയാന്നാണ്. ഇല്ലേ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്? പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് മുസ്ലിം സമുദായം അകന്നു പോയിട്ടില്ലേ? അങ്ങനെ അകന്നു പോവുകയില്ല എന്ന് റസൂൽ വല്ല ഗ്യാരണ്ടിയും പറഞ്ഞിട്ടുണ്ടോ? ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ തഅലു ദഖലു ജുഹറ ലുബ്ബിൽ തബിഅതുമൂഹു. നിങ്ങളെ മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഉടുമ്പിന്റെ മാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും പൂട്ടി അവരെ പിന്തുടരും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങളെ മുമ്പുള്ളവരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദി നസാറാക്കളെയാണോ? നബി തിരിച്ചു ചോദിച്ചു, കാലഫമൻ അല്ലാതെ മറ്റാരെയാണ്? അപ്പൊ ജൂതക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് എന്റെ സമുദായം പോവുക തന്നെ ചെയ്യും. ഒരു ചെറിയ വിഭാഗം എക്കാലത്തും സത്യത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിലും വലിയൊരു വിഭാഗം ശിർക്കിലേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. AP ഗ്രൂപ്പുകാർ പുറത്തിറക്കിയ കോടമ്പുഴ ബാബ മൗലവിയുടെ അന്ത്യപ്രവാചകന്റെ പ്രവചനങ്ങൾ എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ 108-ാമത്തെ പേജിൽ 109-ാമത്തെ പേജിൽ കാണാം, മുസ്ലിങ്ങൾ ശിർക്കിലേക്ക് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവത്തിൽ അധിഷ്ഠിതമാകുന്നു ഇസ്ലാം. ശിർക്കിന്റെ എല്ലാ കവാടങ്ങളെയും അത് കൊട്ടിയടച്ചിരിക്കുന്നു. പരദൈവത്വം, ബിംബാരാധന, ദൈവാവതാര സങ്കല്പ ആദിയായവെല്ലാം ശിർക്കിൽ ഉൾപ്പെടുന്നു. ഖേദകരമെന്ന് പറയട്ടെ, മതപരമായ അജ്ഞതയും മൂഢവിശ്വാസങ്ങളും ചിലരെ ഇന്ന് ഈ അഭിശപ്തമായ ശിർക്കിലെത്തിച്ചിരിക്കുന്നു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ചില വ്യക്തികൾ ബഹുദൈവാരാധകരെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലക്ക് പോയി ആരാധന നടത്തിയ സംഭവങ്ങൾ വരെ ഈയിടെ ഉണ്ടായി. തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള അബദ്ധസഞ്ചാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്രസ്താവിച്ചത് കാണുക, എന്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബൗദ്ധവിശ്വാസികളോട് ചേരുന്നതുവരെയും എന്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബിംബാരാധന നടത്തുന്നതുവരെയും ലോകാവസാനം ഉണ്ടാവുകയില്ല. അബൂദാവൂദ് തിർമിദി. ഇത് കോടമ്പുഴ ബാവമോലി എഴുതിയ പുസ്തകമാണ്. SYS പ്രസിദ്ധീകരിച്ചതല്ലേ? SYSകാരുടെ പുസ്തകമല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ പറയുന്നതല്ല ഇതൊന്നും. SYSന്റെ 40-ാം വാർഷിക പ്രസിദ്ധീകരണമാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രവചനം നടത്തിയിട്ടുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സമുദായത്തിൽ ബിംബാരാധന വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിലെ തൗഹീദിൽ ഭംഗം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അതൊരു തെറ്റല്ല. അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗവും പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ആദ്യമായി സമൂഹത്തെ അഭിസംബോധനം ചെയ്തത് നൂഹ് നബി അലൈഹി സ്വലാമാണ്. അദ്ദേഹം വന്നപ്പോൾ അവർ ആരാധിക്കപ്പെട്ടവർ ആരൊക്കെയാ? വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ. ഇതൊക്കെ ചില ബിംബങ്ങളെ പേരാണ്. പക്ഷേ കേവലം ബിംബങ്ങളല്ല. അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ്. നൂഹ് നബിയുടെ സമുദായത്തിൽ മരിച്ചുപോയ സാലിഹീങ്ങളായ ആളുകളുടെ പേരാകുന്നു അതൊക്കെ. ആ മനുഷ്യന്മാർ മരിച്ചപ്പോൾ ആദ്യം അവരുടെ ഖബറിങ്കൽ പോയിട്ട് ഖബറിങ്കൽ ഭജനമിരിക്കാൻ തുടങ്ങി. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു നമുക്ക് കാണാം, ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ് ലമ്മാ മാതു അഖഫു അലാ ഖുബൂരിഹിം ثم صوروا തമാസീലഹും ثم طال عليهم العمد فعبدوهم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഇബ്നു അബ്ബാസ് അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ് എന്ന് പറഞ്ഞല്ലോ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകളിൽ ചില ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മഹാന്മാർ മരിച്ചപ്പോൾ അവരെ ഖബറിങ്കൽ പോയി ഭജനമിരിക്കുകയും പിന്നീട് അവരെ പ്രതിഷ്ഠകൾ രൂപപ്പെടുത്തിയെടുക്കുകയും പിന്നെ കാലം കഴിഞ്ഞപ്പോൾ അവർ ആരാധിക്കുകയും ചെയ്തു.
ആ സന്ദർഭത്തിലാണ് നൂഹ് നബി വന്നിട്ട് നിങ്ങൾ അവരെ ആരാധിക്കരുത്, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവരല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ലെന്ന്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം കഴിഞ്ഞ് 10 തലമുറയായപ്പോഴേക്കും ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. അവർ എതിർത്ത ശിർക്ക് മഹാന്മാരെ പൂജിക്കലാണ്. അപ്പൊ മുസ്ലിയാക്കന്മാര് പറയും ഞങ്ങളതിന് ബിംബം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പൊ ബിംബമാണോ പ്രശ്നം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ മക്കത്ത് 360ഓളം ബിംബങ്ങളുണ്ട്. ആ ബിംബത്തിൽ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെയും ബിംബമുണ്ട്, ലാത്തയുടെ ബിംബമുണ്ട്. എന്നാൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിലിന്റെയും ലാത്തയുടെയൊക്കെ ബിംബം ഒഴിവാക്കിയാൽ മതി, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ ലാത്തയെ കാക്കണേ എന്ന് വിളിച്ചാൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞോ? വദ്ദേ സുവായെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ഖബറുകൾ ആരാധിക്കുന്നത് പോലും, ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നത് പോലും വാസ്തവത്തിൽ ഖബർ ആരാധനയാണ്, അത് ഖബറിനെ ബിംബമാക്കുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖബറിനെ ബിംബമാക്കുക എന്ന് പറഞ്ഞ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളതാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. ബിംബത്തെ കാണുകയും ബിംബത്തെ കണ്ണറയെ കണ്ടിട്ട് ബിംബത്തെ മുത്തുകയും ബിംബത്തെ എഴുന്നള്ളിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനാക്കിയിട്ടില്ല. പക്ഷേ ഖബറിനെ ആരാധിക്കുക എന്ന സംഗതി, ഖബറിലുള്ള റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്ന സംഗതി അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തു ചെന്ന് നിർവഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അകലെ നിന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വസനായിട്ടില്ല. ബിംബമാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആളുകൾ കൺകുളിർക്കെ കണ്ടിട്ട് ആരാധന നടത്തലാണ്. ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് ഇത് വെറും കല്ലാണ്, ഇത് ബിംബമാണ് എന്നറിയാം, പക്ഷേ ഇതൊരു മഹാന്റെ പ്രതീകമാണ്. ആ മഹാൻ കാണും, ആ മഹാൻ അറിയും, ആ മഹാൻ എനിക്ക് ഉത്തരം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഖബറിന് മുമ്പിൽ നിൽക്കുന്ന ആളും അങ്ങനെ തന്നെയാണ്. ഈ ഖബറിന്റെ മേലെയുള്ള കല്ലോ മണ്ണോ പച്ചപ്പുതപ്പോ കേൾക്കുകയില്ല, കാണുകയില്ല, അറിയുകയില്ല. പക്ഷേ ഈ ഖബറിലുള്ള മഹാൻ കേൾക്കും, കാണും, അറിയും. ഇതല്ലേ അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദും ശിർക്കും? അതിൽ നിന്നല്ലേ മുസ്ലിം സമുദായം വ്യതിചലിച്ചു പോയത്? ജാഹിലിയ കാലത്ത് ജാറം ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് PMK ഫൈസി മോങ്ങം തന്നെ എഴുതിയിട്ടില്ലേ? ബിംബം മാത്രമല്ല ജാറവും എന്ന് ആരാധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മക്ക വിജയിച്ച സന്ദർഭത്തിൽ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരൊറ്റ ഖബർ നീ നിരപ്പാക്കാതെ വിടരുതെന്ന് അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുത്തത് നമ്മളറിയില്ല. അതുകൊണ്ടല്ലേ ഷാഫി മദ്ഹബിൽ എല്ലാ പൊങ്ങി നിൽക്കുന്ന ഖബറും തട്ടി നിരപ്പാക്കണമെന്ന് മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലത്തി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ സ്ഥലങ്ങളും കുപ്പകളും പൊളിച്ചു കളയാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. ഹൈത്തമിയാണ് പറയുന്നത്, ഷാഫി മദ്ഹബിന്റെ മുഫ്തിയാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. ഇസ്തിഗാസക്കും തവസ്സുലും ഒക്കെ മുസ്ലിയാക്കന്മാർ അവലംബിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സവാജിർ എന്ന കിതാബിൽ പറയുന്നത് ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ കേന്ദ്രങ്ങളും കുബ്ബകളും തകർക്കാൻ ധൃതി കാണിക്കണം. നാളെയാവട്ടെ, ഈ കമ്മിറ്റി മാറട്ടെ, അടുത്ത കൊല്ലം വരട്ടെ, ചില ആളുകൾ കൂടി മരിച്ചു തീരട്ടെ എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. പെട്ടെന്ന് തകർക്കണം. വിഷയം മനസ്സിലായി അപ്പ തകർക്കണം. ഇത് ഹി അമറു മിൻ മസ്ജിദിൽ ലിറാർ, മുനാഫിക്കുകൾ റസൂലുള്ളാഹിക്കെതിരെ പള്ളി ഉണ്ടാക്കിയിരുന്നു. ആ പള്ളി തകർക്കാൻ സഹാബികളോട് പറയുകയുണ്ടായി, ആ പള്ളിയേക്കാൾ ഉപദ്രവകരമാണ് ജാറം ദർഗ എന്ന് നിങ്ങളുടെ നേതാവാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ജാറത്തെ പൂജിക്കുന്നില്ലേ? ജാറത്തിൽ മറമാടപ്പെട്ട മഹാനോട് പ്രാർത്ഥിക്കുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ ജാറത്തെ സമീപിക്കുന്നത് തന്നെ? ജാറത്തെ സമീപിക്കുന്നത് തന്നെ ജാറത്തിലുള്ള മഹാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു. ശിർക്ക് ഗൗരവമേറിയതാണ്. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്. മുസ്ലിമീങ്ങളെ ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നത് മുശ്രിക്കാക്കാൻ വേണ്ടിയല്ല, മുസ്ലിങ്ങളെ ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മുശ്രിക്കാക്കാൻ വേണ്ടിയാണെങ്കിൽ എന്താ ചെയ്യാ? അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തോളിങ്ങൾ, അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് എന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ചു കൊടുക്കല്ലേ ചെയ്യാ? മുശ്രിക്കാക്കാനാണ് ഉദ്ദേശമെങ്കിൽ മുശ്രിക്കായി പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ തൗഹീദിന്റെ സംരക്ഷണത്തിന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. മനുഷ്യനെ ബഹുമാനിക്കുന്നതിന് അതിരുകൾ നിശ്ചയിച്ചിട്ട് ആ അതിരുകൾ നിങ്ങൾ ലംഘിക്കരുത്. ഖബറുകളെ ഇങ്ങനെ ആദരിക്കുന്ന സ്വഭാവം ഇസ്ലാമിലില്ല. ഖബറുകൾ അനാദരിക്കാൻ പാടില്ലെങ്കിലും ഖബറിനെ ആദരിച്ചാൽ അത് ആരാധനയിൽ എത്തിപ്പോകുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മുന്നറിയിപ്പുകൾ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? മുസ്ലിമീങ്ങൾ ഇതാ ശിർക്ക് ആരോപിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംസ്ഥാന സുന്നി എന്നൊരു സുന്നിയുണ്ട്. ആനസുന്നി എന്നാണ് സാധാരണ പറയാ. സുള്ളിയിലൊക്കെ ഉണ്ട് ഇതിന്റെ ആളുകൾ. ഈ ആനസുന്നിയുടെ നേതാവ് നജീബ് മുസ്ലിയാന്റെ നേതൃത്വത്തിൽ ഈ ശിർക്ക് ആരോപണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കേരള സുന്നി ജമാഅത്ത് പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി.
എന്നിട്ട് അതിന്റെ താൽക്കാലിക വിലാസം മഞ്ചേരി പാപ്പിനിപ്പാറ. അത് ആനസുന്നികളുടെ കേന്ദ്രമാണ്. ആനസുന്നികളുടെ ഒരു കോളേജിന്റെ അഡ്രസ്സ് എന്താ താൽക്കാലിക വിലാസം എന്നാ ഇപ്പൊ വരും പെർമനന്റ് വിലാസം എന്ന് നമ്മൾ വിചാരിച്ചു. നോക്കുമ്പോൾ തൽക്കാലം അവർ തന്നെ അതിലുള്ളൂ. ആനസുന്നികൾ മാത്രമായി ചുരുങ്ങിപ്പോയി. ആ ആനസുന്നികളുടെ നേതാവ് നജീബ് മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാ. എന്നിട്ടോ അതിനൊരു ഹദീസും അയാൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ ഹദീസ് എന്നറിയങ്ങള്? ഹദീസിലുള്ളത് വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികു വലാകിൻ അഖാഫു അൻ തനാഫസു ഫിഹാ. ഇമാം ബുഖാരി 3596 നമ്പറായി ഉദ്ധരിച്ചതാ. സഹാബികളെ, നിങ്ങൾ എനിക്ക് ശേഷം ശിർക്ക് ചെയ്യുമെന്ന്, ശിർക്കിലകപ്പെടുമെന്ന് എനിക്ക് ഭയമില്ല. നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ കിടമത്സരം നടത്തുമെന്നാണ് എൻ്റെ ഭയം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. ഇത് സഹാബത്തിന് മാത്രം ബാധകമായ കാര്യമാണ്. അത് ഉമ്മത്തിന് മൊത്തം ബാധകാക്കി. മുസ്ലിം സമുദായമേ, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് ആനസുന്നികളുടെ വായിലുകൾ ഇപ്പോൾ നാക്കിട്ടടിക്കുകയാണ്. പക്ഷേ AP സുന്നികൾ അതാ എഴുതിയിരിക്കുന്നു. കോടമ്പുഴ ബാബുമൗലവിയുടെ പുസ്തകത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ച് മുസ്ലിം സമുദായത്തിൽ ബിംബാരാധന വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ഫീഹി ഇൻദാറു ബിമാ സയഖഉ, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ ഹദീസിലുള്ളത്. ഫവഖഅ കമാ ഖാല, റസൂൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. വഅന്ന അസ്ഹാബഹു ലാ യുശ്രികൂന ബഅദഹു, നബിയുടെ സഹാബികൾ നബിക്ക് ശേഷം ശിർക്ക് ചെയ്യുകയില്ല. ഫകാന കദാലിക, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. വവഖഅ മാ അൻദറ ബിഹി മിന തനാഫുസി ഫി ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ കടമത്സരം ഉണ്ടാകുമെന്ന് നബി പറഞ്ഞല്ലോ. അത് ഭരണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ അവർക്കിടയിൽ ഉണ്ടായല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞു. അതേസമയം ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ശിർക്ക് വരില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ശിർക്ക് വരും. മുസ്ലിമീങ്ങൾ ബിംബാരാധന ഉണ്ടാകുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് ഇമാം അബൂദാവൂദിന്റെ ഹദീസാണ് ഞാൻ നേരത്തെ ബാബുമൗലവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. മാത്രമല്ല, 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി എണ്ണിയത് ഏതാ? അശ്ശിർക്കുമില്ല. അത് ആരോടാ പറഞ്ഞത്? മുസ്ലിമീങ്ങളോടാ പറഞ്ഞത്. നാശകരങ്ങളായ 7 പാപങ്ങൾ നിങ്ങൾ പാടവർജിക്കണം. അപ്പൊ മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി എന്ന് പെരും പറയടിച്ചു. അതിൽ എപ്പിയും മീക്കയും മാനയും ഒക്കെ ഉണ്ട് എന്നാണ്. കേരള സുന്നി ജമാഅത്ത് മുജാഹിദുകളെ എതിർക്കാൻ ഒറ്റക്കെട്ട്. നിങ്ങൾ ഒറ്റക്കെട്ടായ എത്രയാവും ഞങ്ങൾക്കറിയാം. നിങ്ങൾ മുമ്പ് ഒറ്റക്കെട്ടായിരുന്നല്ലോ. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ഊതിപ്പറപ്പിച്ചിട്ട് പോയോ? എന്നാ സുഹൃത്തുക്കളെ, അതിൽ ഏറ്റവും പ്രബല ഗ്രൂപ്പിന്റെ നേതാവായ റഹ്മത്തുള്ളാ ഖാസിമി, അദ്ദേഹത്തിന് ഒരുപാട് ക്ലിപ്പുകൾ മുസ്ലിങ്ങൾക്കിടയിലെ ശിർക്കിനെ സംബന്ധിച്ചിട്ടുണ്ട്. വെറും 1-2 മാത്രം ഇവിടെ ഇടാൻ പോവാണ്. ഒന്നാമതായി അദ്ദേഹം ശിർക്കിന്റെ ഗൗരവം പറയുന്നത് കേട്ടോളൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്. പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്. അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യകുൻ ഫീഹി മായകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ട. അപ്പോ മൂപ്പര് പറയുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്കുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കനപ്പെട്ട യാഥാർത്ഥ്യത്തിൽ മുസ്ലിമീങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പ്രസംഗിക്കാൻ പോണത്. മുസ്ലിമീങ്ങളുടെ ശിർക്കിനെ തന്നെയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ ചിലപ്പോൾ നോവിച്ചെന്ന് വരുന്നത് വരട്ടെ. ഇതിന്റെ ബാക്കി അതാണ്. ഇൻഷാ അല്ലാഹ് കാസറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാം. വരുന്നത് വരട്ടെ. ഇങ്ങനെ ആള് കൂടണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറയാൻ പോവാണ്, തുറന്നടിക്കുകയാണ് എന്നാണ് കാസിമി പറയുന്നത്. ഞങ്ങൾ ഇതല്ലേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ പറഞ്ഞത്? ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ കളിയാക്കി. എന്താ കളിയാക്കിയത്? ഇങ്ങനെയൊക്കെ പറയാൻ റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് ഈ മണ്ണിനെ പാകപ്പെടുത്തി കൊടുത്തത് മുജാഹിദുകളാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടെന്ന് കുറച്ചു കാലം മുമ്പ് ഒരു സുന്നി പണ്ഡിതൻ പറഞ്ഞാൽ അയാൾ കല്ലേറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഈ മണ്ണിനെ പാകപ്പെടുത്തി. മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്കും കുഫറും ഉണ്ട്, ഹറാമുകളുണ്ട്, ഫിസ്കുകളുണ്ട്, അധർമ്മങ്ങളുള്ളതുപോലെ വലിയ ഈ തെറ്റും മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ ജനങ്ങളോട് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു. അതിനെ തടയിടാൻ വേണ്ടി നിങ്ങൾ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ചു, ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയാണ്, മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്ത തെറ്റുകൾ ആരോപിക്കുകയാണെന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ? ഇതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹം ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയാണ്. അമുസ്ലിമീങ്ങളുമായി ഇടപഴകിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ ബഹുദൈവ വിശ്വാസത്തിന്റെ പല ഭാഗങ്ങളും നമ്മളിലേക്ക് അവരുമായുള്ള സമ്പർക്കം കൊണ്ട് അറിയാതെ കടന്നു വരുന്നുണ്ട് എന്ന സത്യവും ഖാസിമി വിളിച്ചു പറയുന്നു. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ്. അതൊന്ന് കേട്ടോളൂ. നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ അകോമ്പുറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ അകോമ്പുറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖയ്യത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കയറി വന്നതാ. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം. മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ, സെക്യുലർ സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ, ശിർക്കിന്റെ അഹലുകാരുമായി കൂടി പെരുമാറിയപ്പോൾ ബഖയ്യത്തു ശിർക്കിന്റെ ചില അവശിഷ്ടങ്ങൾ നമ്മളിലേക്കും കടന്നു വന്നു. നമ്മളെ ഉപ്പാപ്പമാര് പലരും അഹ്ലു ശിർക്കിന്റെ ആളുകളായിരുന്നല്ലോ. അവർ തൊപ്പിയിട്ട് മുസ്ലിമായി വന്നപ്പോൾ പല ശിർക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് സമുദായത്തിൽ ശിർക്ക് പ്രചരിച്ചതെന്ന് ഖാസിമിയാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കും. ഞങ്ങൾ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ? ഇതുകൊണ്ടും തീർന്നില്ല. അദ്ദേഹം കൈനോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ആളുകളെ കൊണ്ട് കൈ നോക്കിയിട്ട് ലക്ഷണം പറയുന്ന സ്വഭാവം, അത് ശിർക്കിന്റെ അഹലുകാര സ്വഭാവമാണെന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷിയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് പക്ഷി ലക്ഷണം നോക്കിക്കുന്ന ആളുകളുണ്ട്. ഒരു തത്തയും കൊണ്ട് ഒരു കൂട്ടിലിങ്ങനെ ആക്കിയിട്ട് പോകും അല്ലേ? ലക്ഷണം നോക്കണോ എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് ആ വാടോ നമ്മളെ ലക്ഷണം നോക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് ആ പെട്ടി അവിടെ വെക്കും. ആ കയ്യിലുള്ള കാർഡുകൾ, ചീട്ടുകൾ ഇങ്ങനെ കശക്കിയിടും. എന്നിട്ട് തത്തയെ അങ്ങ് തുറന്നു വിടും. തത്ത എന്നൊരു ചീട്ടെടുത്ത് കയ്യിൽ കൊടുക്കും. അപ്പൊ അത് ആരുടെ ചിത്ര? ഹനുമാന്റെ ചിത്രോ ശ്രീകൃഷ്ണന്റെ ചിത്രോ? ആരുടെ ചിത്ര വന്നത്? അത് നോക്കിയിട്ട് ഇയാളെ മുഖലക്ഷണം പറയും. അങ്ങനത്തെ സമ്പ്രദായം ഇത് നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ടോ കൂട്ടരെ? മുസ്ലിമീങ്ങൾ വലിയ ആളുകളൊക്കെ ഈ ചന്തയിൽ വെച്ചും അങ്ങാടിയിൽ വെച്ചും ഒക്കെ ഇത് ചെയ്യാറില്ലേ എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് മാത്രല്ല, നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിച്ചു, ഞങ്ങളെ നാട്ടില് ഒരാള് ക്ഷേത്രത്തിലേക്ക് ഒരു പാമ്പിനെ നേർച്ചയാക്കി, സ്വർണ്ണ നാഗത്തെ നേർച്ചയാക്കി. അപ്പോഴാ അദ്ദേഹത്തിന്റെ അസുഖം മാറിയത്. അതെന്താ ഉസ്താദ് അതിന്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി സശ്രദ്ധ നിങ്ങൾ കേൾക്കണം. അതല്പം നീണ്ട ക്ലിപ്പാണ്, മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം.
അതിലൂടെ ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസയും തപസ്സുലും അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിഞ്ഞാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. ഇതിനൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഈ ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ദേവൻ അതേവർ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. പിന്നെ ഈ ബിംബത്തിൻ്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുക. ഓരോ കാവും പിന്നെ ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ ശുഹദാക്കൾ അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിഹാസമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ശൈത്താനിനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കു അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ചത് വളരെ മാരകമായൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സാധാരണക്കാർക്കിടയിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായൊരു പ്രവണത, അതായത് ഇന്ന ക്ഷേത്രത്തിക്ക് ഇന്നത് കൊടുത്താൽ നിങ്ങൾ രോഗം സുഖമാകുമെന്ന് പറയും. രോഗം ഇത് ഈ കേസ് സുഖായി എന്ന് പറഞ്ഞ് സുഖായി എന്ന് പറഞ്ഞു. അങ്ങനെ സുഖാവും ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ വിശ്വാസം വഴിപഴക്കാൻ ഈ മേഖലയിൽ വളരെ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞൊക്കെ സത്യമായിരിക്കാം, നമ്മളാളെ സംശയത്തോട് കാണാനല്ല. കാരണം ഹദീസിലുണ്ട് ഈ പൈശാചികമായ രോഗങ്ങൾ അത് സുഖപ്പെടുത്താനും സുഖപ്പെടുത്താതിരിക്കാന്ന് വെച്ചാൽ ആ രോഗം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പിശാചിനുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്കൊരു പിശാചൊരു ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ആ ഉപദ്രവം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ പിശാചിൻ്റെ ക്ഷേത്രത്തിക്ക് നേർന്നാൽ യാ അല്ലാ തൽക്കാലം കുട്ടികൾക്ക് ബോധ്യപ്പെട്ട പിശാച് പിൻവാങ്ങി രോഗം സുഖമാകാം. ഞാനിത് വെറുതെ നിഗമനം പറയുന്നതല്ല. അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അൻ സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബീവിയെ തൊട്ട് റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയുടെ പത്നിയാണ് അവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അവിടെ റഅ ഹൈത്തൻ ഫി ഉനുഖി, എൻ്റെ കഴുത്തിലുണ്ട് മന്ത്രിച്ചൂതി കെട്ടിയൊരു നൂല്. അബ്ദുള്ള ചോദിച്ചു, എവിടുന്നടി നൂല് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈത്തുർ റുഖിയലി ഫീഹി, മന്ത്രിച്ചൂതി കെട്ടിയ നൂലാണ് പറഞ്ഞു. ഫഅഖദഹു വഖതഅഹു ഫഖാല അൻതും ആലു അബ്ദുള്ള ലഅഗ്ശർക്ക്. അദ്ദേഹം ആ നൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്താടി നീയൊക്കെ വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് അബ്ദുല്ലാഹി മസൂദിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്, നിങ്ങൾ ഷിർക്കിൽ നിന്ന് മുക്തരാവുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ശക്തമായി അപലപിച്ചു. ഈ സമയത്ത് ആ സഹോദരി പറഞ്ഞു, അത് എതിർക്കാൻ കാരണം എൻ്റെ കണ്ണിന് പ്രത്യേക രോഗം ഉണ്ടാകും, കണ്ണിങ്ങനെ തുള്ളും, നിൽക്കാതെ തുള്ളും. ഞാൻ അയൽക്കാരനായ ആ ജൂതൻ്റെ വീട്ടിൽ പോയി, ജൂതൻ ആ നൂല് മന്ത്രിച്ചിട്ട് തന്നാൽ കെട്ടിയാൽ മതി, അപ്പം നിൽക്കും ചെയ്യും. നിങ്ങളിത് കാണാത്ത കാലം കുറേ കാലം ഇത് കെട്ടാൻ തുടങ്ങുന്നു പറഞ്ഞു. അപ്പം മഹാനായ അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ സംശയം ചോദ്യം ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശാചുണ്ടാക്കുന്ന രോഗങ്ങൾ അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന് പകരം നിനക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ഉന്നമാക്കാന യക്ഫീകി, നിനക്ക് മതിയാകുമായിരുന്നു ഇസ്ലാമിൽ അംഗീകൃതപ്പെട്ട ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം സ്വഹീഹായ ഹദീസിൽ കാണാം. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിശാചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം തീർച്ച. ആ പിശാചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം, എന്നാൽ പോലും പിശാചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരൽ, ഈ ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ, അത് അമുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളെ മുശ്രിക്കായി കാഫിറായി ഗണിക്കപ്പെടും. ഇസ്ലാമിൻ്റെ മസലയാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞു എളുപ്പമുള്ള ഉദാഹരണം പറയാം.
ഗുരുവായൂരപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വാസം. പക്ഷെ എന്നാലും അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി തന്നെ ആയിരിക്കോട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് നേർച്ച നേർന്നാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം അർപ്പിച്ചാൽ ആ അർപ്പിച്ച ആള് മുശ്രിക്കായി കണക്കാക്കപ്പെടും. എന്തുകൊണ്ട്? കാഫിറുകൾ ദൈവമായി കണക്കാക്കുന്ന, കാഫിറുകൾ ദൈവങ്ങൾക്കുള്ള പൂജാകേന്ദ്രമായി കണക്കാക്കുന്ന ആ ദൈവത്തോടുള്ള സഹായാർത്ഥനയും ആ ദൈവത്തിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള നേർച്ചയുമായതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നവരാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കായിട്ട് ഗണിക്കപ്പെടുന്നത്. എന്തെല്ലാം ഉരുണ്ട് മറിയല അപ്പം മൂപ്പര് മറിഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങൾ മൂപ്പര് അതിൻ്റെ ഇടയിൽ സമ്മതിച്ചു. ഐക്കല്ല് കെട്ടൽ ശിർക്കാണ്, നൂല് മന്ത്രിച്ച് കെട്ടൽ ശിർക്കാണെന്ന് സമ്മതിച്ച്, അത് കെട്ടി അങ്ങനെ പൊട്ടിച്ച് കളയാന്നും പറഞ്ഞു. എന്ന് മാത്രല്ല, പിശാചിന്റെ കേന്ദ്രത്തിലേക്ക് നേർച്ചയാക്കിയ മുശ്രിക്കായി ഗണിക്കപ്പെടും. ഏതൊക്കെയാ പിശാചിന്റെ കേന്ദ്രം? അമ്പലം മാത്ര അല്ല, ജാറവും പിശാചിന്റെ കേന്ദ്രമാണ്. അവിടെയും ഇവിടെയും ഒരേ പിശാചിന്റെ പ്രവർത്തിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് മാറുന്നത് പോലെ ചിലർ പറയുന്നത് എനിക്ക് ഏർവാടിയിൽ പോയിട്ട് അസുഖം മാറി, എനിക്ക് അജ്മീറിൽ പോയിട്ട് മാറി. ആരാ പറയുന്നത്? ഗോപാലനും ശങ്കരനും ഒക്കെ പറയാണ്, ശാന്ത പറയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? അബൂബക്കർ പോയാലും ഗോപാലൻ പോയാലും അമ്പലത്തിൽ പോയാലും ജാറത്തിൽ പോയാലും ചില സുഖങ്ങളൊക്കെ കിട്ടും. അത് പിശാച് മുഖേന ഉണ്ടാകുന്നതാണ്. പിശാച് ചിലപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറി കൂടിയിട്ട് ചില രോഗങ്ങൾ ഉണ്ടാകും. ഇത്തരം കേന്ദ്രങ്ങളിൽ ചെന്ന് അവൻ ഇറങ്ങിക്കൊടുക്കും. എന്തിനാത്? ഈ കേന്ദ്രത്തിൽ ഇവന് വിശ്വാസമാകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു മാനസിക രോഗി ഏർവാടി പോയാൽ ചിലപ്പോൾ സുഖം കിട്ടും. എന്തുകൊണ്ടാ? പിശാച് കയറിയിട്ട് വന്ന മാനസിക രോഗമാണെങ്കിൽ ഏർവാടി ചെല്ലുമ്പോൾ പിശാചം ഒഴിഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പോയവൻ ഏർവാടിത്തങ്ങളിൽ വിശ്വാസമായി, അവന്റെ കുടുംബങ്ങൾക്ക് വിശ്വാസമായി, അവനെ കൊണ്ടുപോയവർക്ക് വിശ്വാസമായി. പിന്നെ അവിടുത്തെ നൂലും വെള്ളവും ഒക്കെ വാങ്ങിയിട്ട് പോരും. അപ്പൊ ഒരു കുഴപ്പമല്ല. പിന്നെ ഏർവാടിത്തങ്ങളെ കുറിച്ച് ഇങ്ങനെ ദിക്റും അവിടുത്തെ മൗലൂദും ഒക്കെ ചൊല്ലി ഇങ്ങനെ നടക്കും. കുറച്ചു കാലം പിന്നെയും കയറും, അത് പിന്നെയും പോകും ഏർവാടിയിൽ. പിന്നെ അവരെല്ലാവരോടും പറയും ഏർവാടി പോയാൽ രോഗം മാറും, ഏർവാടി പോയാൽ രോഗം മാറും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യും. അപ്പൊ ഒരുത്തന്റെ ദേഹത്ത് കയറിയ ഒരുപാട് ആളെ ശിർക്കിലും കുഫറിലും തളച്ചിടാൻ ശൈത്താന് സാധിക്കും. ശൈത്താനെ പ്രീതിപ്പെടുത്തിയാൽ ശൈത്താൻ ഒഴിഞ്ഞു നിൽക്കും. അപ്പൊ ജാറത്ത് പോകൽ ശൈത്താനെ പ്രീതിപ്പെടുത്തലാണ്. അതുപോലെ തന്നെയാണ് അമ്പലത്തിലേക്ക് നാഗത്തെ നേർച്ചയാക്കിയാലും ചിലപ്പോൾ പിശാച് ഒഴിഞ്ഞു നിൽക്കും. അതിന്റെ പേരിൽ അസുഖം മാറിക്കിട്ടും. അവിടെ ശൈത്താനാണ് രോഗം സുഖമാകാൻ കാരണക്കാരനാകുന്നത്. രോഗം ഉണ്ടാകാൻ കാരണക്കാരനും അവൻ തന്നെയാണ്. ഇപ്പൊ പല ആളുകളും പറഞ്ഞു, കണ്ടോ പിശാച് രോഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അല്ലല്ലേ രോഗം ഉണ്ടാക്കുന്നത്, ശിർക്കല്ലേ? അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, വൈറസ് അപ്പോ രോഗം വരുത്തുന്നതിൽ ബാക്ടീരിയക്ക് പങ്കുണ്ട്, വൈറസിന് പങ്കുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാലും ശിർക്കാവൂല. വൈറസിന് പങ്കുണ്ട്, പള്ളി ദർസിൽ ഒരു മാരക രോഗം പടർന്നു പിടിച്ചു, അതിൽ പിശാചിന് പങ്കുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞാൽ അത് തെറ്റാകാത്തതുപോലെ അതുപോലെ തന്നെയാണ് വൈറസിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു തെറ്റുമില്ല. വൈറസിനെയും ബാക്ടീരിയനെയും ഒരു 2% ആൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ചില ശാസ്ത്രജ്ഞന്മാര് അവരുടെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ രോഗം വരുത്തും ചിലപ്പോൾ പിശാചി എങ്ങനെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവനെ പ്രീതിപ്പെടുത്തുമ്പോൾ അവൻ മാറി നിൽക്കും. ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത്. അത് ശരിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ ഹദീസ് മുഴുവൻ നിങ്ങൾ എടുക്കണം. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഭാര്യയോട് സൈനബയോട് പറയാണ്, സൈനബ പറയാണ്, ഞാൻ കണ്ണിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും, കണ്ണിന്ന് വെള്ളം വരും. അപ്പൊ ഞാൻ അപ്പുറത്തെ ജൂതന്റെ അടുത്ത് പോയി നൂല് വാങ്ങിയാൽ അതങ്ങ് നിൽക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ദാലിക അമലു ശൈത്താൻ, അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. ശൈത്താനെ പ്രീതിപ്പെടുത്തിയാൽ അവൻ വിട്ടുനിൽക്കും, അല്ലെങ്കിൽ അവൻ നിന്റെ കണ്ണിൽ കുത്തും എന്ന് പറഞ്ഞ ഹദീസാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത്. അത് യഥാർത്ഥത്തിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. ജാറകളിലും ദർഗകളിലും ഒക്കെ പോയിട്ട് ചിലർക്കൊക്കെ ആശ്വാസം കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ്. ആ ജാറത്തിലും ദർഗയിലുള്ള മഹാന്റെ കറാമത്തല്ല, ആ ജാറത്തിലും ദർഗയിലുമുള്ള മഹാൻ പ്രസാദിച്ചത് കൊണ്ടല്ല. പിന്നെയോ അയാളിൽ കറാമത്തുണ്ട്, അയാൾക്ക് രോഗം മാറ്റാനുള്ള കറാമത്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിശാച് ഒപ്പിക്കുന്ന വേലയാണത്. അത് തന്നെയാണ് അമ്പലങ്ങളിൽ നടക്കുന്നത്, അത് തന്നെയാണ് ചർച്ചുകളിൽ നടക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പോട്ടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ചില ആൾക്ക് രോഗം മാറുന്നുണ്ട്. യേശുവിനെ വിളിച്ചു തേടിയിട്ട് ആയിഷയും അബൂബക്കറൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാകും. അപ്പൊ എവിടെ പോയാലും ഇത്തരം കേന്ദ്രങ്ങളിൽ പോയിട്ട് അസുഖം മാറുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യയെ പഠിപ്പിച്ചു.
എന്ന് മാത്രമല്ല അദ്ദേഹം അവിടെ ചെറിയൊരു തട്ടിപ്പ് നടത്തി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബം, നിങ്ങൾക്ക് ശിർക്കിന്റെ ആവശ്യമില്ല, നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതിനു മൂപ്പർ എന്താക്കി, ഇങ്ങനെയും ചെയ്യാമായിരുന്നു. അപ്പൊ നൂലും വാങ്ങ പിന്നെ എങ്ങനെയും ചെയ്യാൻ, അത് മൂപ്പര വക ഇങ്ങനെയും എന്നൊരു കൂട്ടല്. അതാണ് തട്ടിപ്പ് എന്ന് പറഞ്ഞത്. മെല്ലെ ചെറിയ തട്ടിപ്പ്, വലിയ തട്ടിപ്പനാള്. ഇന്നമായക്കാൻ നിനക്ക് ഇപ്രകാരം പറഞ്ഞാൽ മതിയായിരുന്നു എന്നാ പറഞ്ഞത്. അതെന്താ, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്ന മന്ത്രം, അത് പറഞ്ഞാൽ മതിയായിരുന്നു നിനക്ക്. അതാണ് റസൂല് പഠിപ്പിച്ച മന്ത്രം. ഈ നൂലിന്റെ ആവശ്യം അബ്ദുള്ളാന്റെ കുടുംബത്തിനില്ല, അത് ശിർക്കാണ്. അത് വ്യക്തമായി അവിടെ അദ്ദേഹം പഠിപ്പിക്കണ്ടായി. ഞങ്ങൾ പറയുന്നത് നാഗത്ത് അമ്പലത്തിലേക്ക് നേർച്ചയാക്കുന്നത് പോലെ തന്നെയാണ്. ഏർവാടിയിലേക്ക് കോഴിയെ നേർച്ചയാക്കിയാലും അജ്മീറിലേക്ക് പോത്തിനെ നേർച്ചയാക്കിയാലും ഉള്ളാളത്തെ കാടിനെ നേർച്ചയാക്കിയാലും ഒക്കെ ചില സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചയാക്കിയത് കൊണ്ടാണ് ശിർക്കാകുന്നത്. അത് പറയാൻ ഇയാൾക്ക് ധൈര്യമല്ല. ഇയാൾ എന്താ പറഞ്ഞത്, നമ്മൾ അവരെ പറ്റി ദൈവമാണെന്ന് ഒന്നും വിശ്വസിക്കാനില്ല എങ്കിലും അത് കാഫിറുകളുടെ പ്രവർത്തനത്തോട് യോജിച്ചു വരുന്നത് കൊണ്ടാകയാൽ, അതുകൊണ്ട് സാദൃശ്യം വരുന്നതാകയാൽ മുശ്രിക്കായി ഗണിക്കപ്പെടും. എന്തിനാടോ ഇതൊക്കെ? എന്തിനാ ഇത്? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ ശിർക്കാണെന്നങ്ങ് തുറന്നു പറഞ്ഞൂടെ? അത് പറയാൻ ധൈര്യമില്ല. കാരണം എന്താ, മമ്പറത്തേക്ക് നേർച്ചയാക്കും, ഉള്ളാൾക്ക് നേർച്ചയാക്കും, ജാറത്തേക്ക് നേർച്ചയാക്കും, അത് പറയൂല. അപ്പൊ അതുകൊണ്ട് കാഫിറുകളുടെ പ്രവർത്തനത്തോട് യോജിച്ച പ്രവർത്തനം ആയതുകൊണ്ട് മുശ്രിക്കായി ഗണിക്കപ്പെടുന്ന. നോക്കണം നിങ്ങൾ, അയാളിൽ ചില കുഫറിന്റെ അംശം ഉണ്ട് എന്നല്ലാതെ അയാൾക്ക് അങ്ങനെ വിശ്വാസമില്ലെങ്കിലോ, മറിച്ച് നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ ശിർക്കാണ് എന്നങ്ങ് തുറന്നു പറയാൻ അമ്പലക്കടവിന് സാധിക്കുന്നില്ല. മാത്രല്ല, ഈ സിദ്ധന്മാര് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രോഗിയാ. തങ്ങളടുത്ത് പോയിട്ട് രോഗം ഏതാണ്ടെന്ന് മാറിയാൽ പറയും, നിങ്ങൾ അപ്പുറത്ത് ആ പണിക്കരെടുത്തൊന്ന് പോയി നോക്കി എന്ന് പറയും. പണിക്കരെടുത്തുനിന്ന് രോഗമൊക്കെ ഒന്ന് മാറിയാ പണിക്കർ പറയും, നിങ്ങൾ ആ തങ്ങളെടുത്തൊന്ന് പോയി നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യും. അതാ പരിപാടി. ഇത് രണ്ടു കൂട്ടരെടുത്തും പ്രവർത്തിക്കുന്ന ഒരേ പിശാചാണ്. രണ്ടു കൂട്ടരും പിശാച് സേവകന്മാരാണ്, പിശാച് പൂജകന്മാരാണ്. ജാറത്തിലിരിക്കുന്ന മുസ്ലിയാരും അമ്പലത്തിലിരിക്കുന്ന പൂജാരിയും സേവിക്കുന്നതും പൂജിക്കുന്നതും ഒരേ ശൈത്താനെ തന്നെയാണ്. ഒരു വ്യത്യാസമല്ല. അത് തുറന്നു പറയാൻ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. മന്നത്താ കാഹിനന്റെ വറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, ഒരു കണക്ക് നോട്ടക്കാരനെ സമീപിച്ചു, ഒരു ലക്ഷണം പറയുന്നവനെ സമീപിച്ചു, എന്നാൽ ലം തുഖ്ബൽ ലഹു സലാത്തു 40 യൗമ, സമീപിച്ചാൽ തന്നെ 40 ദിവസത്തെ സംസ്കാരം സ്വീകരിക്കൂല. എന്നാൽ അവൻ പറയുന്നത് വിശ്വസിച്ചാലോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ നിഷേധിയായി, കാഫിറായി കഴിഞ്ഞു. കണ്ടോ? അത് അവിടെ തങ്ങളെന്നോ മുസ്ലിമായ കാഹിന്, മുസ്ലിം അല്ലാത്ത കാഹിന്, തങ്ങളും ഔലിയും തമ്പുരാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. തങ്ങളാകട്ടെ, ബീവിയാകട്ടെ, പണിക്കരാകട്ടെ, മമ്പൂരിയാകട്ടെ, ആരായാലും ശരി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരെ പേര് നേർച്ച വഴിപാടുകൾ നടത്തുകയും അങ്ങനെ പിശാചിനെ പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന സിദ്ധന്മാര് അവരെടുക്കൽ പോകുന്നത് കൊണ്ട് പോയാൽ തന്നെ 40 സംസ്കാരം സ്വീകരിക്കൂല. അവർ പറഞ്ഞത് വിശ്വസിച്ചാൽ കാഫറായി പോകും. ജാറത്തിൽ പോകുന്നത് കൊണ്ട് എങ്ങനെയാ രോഗം മാറുന്നത്? വിശദീകരണം കിട്ടിയില്ലേ? ഏർവാടി പോയിട്ട് ചിലർക്കൊക്കെ ശമനം കിട്ടുന്നുണ്ടല്ലോ. എങ്ങനെയാണ്? അത് പിശാച് നൽകുന്ന ശമനാണ്. പിശാചിന് രോഗം ശമിപ്പിക്കാനുള്ള കൈവെള്ളം കൊടുത്തണോ? ഇല്ല. അവൻ വിട്ടു നിൽക്കുമ്പോൾ രോഗം ശിഫയാകുകയാണ്, വേറൊന്നുമല്ല. പിശാച് കയറുമ്പോൾ രോഗം ഉണ്ടാകും, പിശാച് വിട്ടു നിൽക്കുമ്പോൾ രോഗം ശിഫ കിട്ടും. അതുകൊണ്ടാണ് അത്തരം കേന്ദ്രങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞത്. അങ്ങനെ പിശാചിനെ സേവിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ സഹായം ഉണ്ടായിരിക്കും. ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വാസികളല്ലാത്തവർക്ക് പിശാചുക്കളെ നാം സഹായികളാക്കി വെച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക്, അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമില്ലാത്തവർക്ക് പിശാച് പല സഹായങ്ങളും ചെയ്യും. ആ സഹായം വിചാരിച്ചിട്ട് പിശാചിനെ സേവിക്കാനും പൂജിക്കാനും നടക്കുന്നവരാ തങ്ങന്മാരും തമ്പരാക്കന്മാരും ഒക്കെ. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകരുതെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞപ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് എന്താ? നിങ്ങൾ പറയും അജ്മീർ പോകണ്ട, മമ്പലത്ത് പോകണ്ട, ഉള്ളാളത്ത് പോകണ്ട, എന്നിട്ട് പോയിട്ട് എന്താ ഞങ്ങളെ കാര്യം നടക്കണില്ലേ അല്ലേ? അപ്പൊ കാര്യം നടന്നാൽ മതി, പോണോ പോണ്ടേന്ന് നോക്കണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ജാറത്തുകളൊക്കെ പോയി. ഈ ചോദ്യകർത്താവ് തന്നെ പറയാ, ഇസ്തിഗാസ ചെയ്തു, തവസ്സുൽ ചെയ്തു, മന്ത്രം ചെയ്തു, പിഞ്ഞാണേ തട്ടി, എന്നിട്ട് ഒന്നും മാറിയില്ല. അപ്പെന്നാ പിന്നെ നമ്മളത് കളം മാറ്റി ചവിട്ടി വെക്കുക. ജാറങ്ങളിൽ കല്ല് കുത്തിയോർത്തൊക്കെ പോയിട്ട് മാറാതെ ഞാൻ അമ്പലം എണീപ്പിച്ചിരുത്തിയ വിഗ്രഹത്തിന്റെ അടുത്ത് പോകുക. കിടത്തിയിട്ട ബിംബമാകുന്ന ജാറത്തിന്റെ അടുത്ത് പോയിട്ട് മാറിയില്ല, അപ്പൊ എണീപ്പിച്ചിരുത്തിയ
കയ്യും കാലും ഒക്കെ ഉള്ള തുമ്പിക്കൈയൊക്കെ ഉള്ള വിഗ്രഹത്തിന്റെ അടുത്ത് പോയി നോക്കുക എന്ന് തീരുമാനിച്ചു. കാരണം നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചതാണ്. പോകാൻ പാടുണ്ടോ അല്ലേ നോക്കണ്ട, കാര്യം നടക്കണ്ടോ നോക്കിയാൽ മതി. ഞങ്ങളെ മാറാത്ത വയറുവേദന മാറിയില്ലേ, കുട്ടിയില്ലാത്തവർക്ക് കുട്ടിനെ കിട്ടിയില്ലേ, പേപ്പട്ടി പക്ഷെ ഇറങ്ങിയില്ലേ, അയാൾ കിട്ടിയില്ലേ, ഇയാൾ കിട്ടിയില്ലേ, മറ്റോൾ കിട്ടിയില്ലേ, ആമിന കിട്ടിയില്ലേ, അബൂക്കറിന് കിട്ടിയില്ലേ, ഇതല്ലേ നിങ്ങളെ തെളിവ്. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കി പോകാൻ പാടുണ്ടോ അല്ലേ നോക്കണ്ട, കാര്യം നടക്കോ എവിടെയും പോകാം. അങ്ങനെ ജനങ്ങൾ പോയി. ശബരിമലയിലേക്ക് പോകുന്നു മുസ്ലിമീങ്ങളെന്ന്, പയനിയിലേക്ക് പോകുന്നു മുസ്ലിമീങ്ങളെന്ന്, കാശിയിലേക്ക് പോകുന്നു. മാത്രല്ല കാന്തപുരം ഗ്രൂപ്പുകാരും BK ഗ്രൂപ്പുകാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് മതസൗഹാർദ്ദം എന്ന. ഞങ്ങളെ അമ്പലത്തിലേക്ക് നിങ്ങൾ വരിക, ഞങ്ങളെ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ നിങ്ങൾ പൂജിക്കുക, നിങ്ങളെ ജാറത്തിലേക്ക് ഞങ്ങൾ വരിക, ഞങ്ങളെ അമ്പലത്തിലെ ഉത്സവത്തിന് നിങ്ങൾ ചാടാനും തുള്ളാനും ഒക്കെ വരിക, അപ്പൊ നിങ്ങളെ നേർച്ചയ്ക്ക് ഞങ്ങളും തുള്ളാൻ വരും. അതാണ് മതസൗഹാർദ്ദം. ഇങ്ങനെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ മതം ഉണ്ടാവില്ല, സൗഹാർദ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. മതത്തിൽ ലയിച്ചു പോകും. അത് പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. നിങ്ങളെ മതം നിങ്ങൾ അനുഷ്ഠിച്ചോ, അതാണ് സത്യം, നിങ്ങൾ പ്രചരിപ്പിച്ചോ, അതിലേക്ക് നിങ്ങൾ ആളെ ക്ഷണിച്ചോ. ഞാൻ എൻ്റെ മതം സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യട്ടെ, അതിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിക്കട്ടെ. നമ്മൾ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേമിക്കേണ്ട ആവശ്യമില്ല, ഒരാളെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എനിക്കും പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. എൻ്റെ മതത്തെ നിങ്ങളെ മതത്തിൽ ലയിപ്പിക്കാനോ നിങ്ങളുടെ മതത്തെ എൻ്റെ മതത്തിൽ ലയിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ മതം മാറാൻ ഇവിടെ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമാത്രമല്ല, അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുപ്പിക്കേണ്ടതിന് പകരം ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും ജനങ്ങൾ അടുപ്പിക്കുകയാണ്. പടച്ചോനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവ്. അമ്പിയാക്കളോടും മൗലിയാക്കളോടും ദ്വാർന്നാലോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. അതൊന്നും മൗലവി പറഞ്ഞിട്ടുണ്ടാവില്ല, ഒക്കെ നിങ്ങളെ വക പറയാണ്. എന്നാ കേട്ടോളി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോടാണ് ചോദ്യം. അയാൾ കൊടുക്കുന്ന ഉത്തരം കേട്ടോളൂ. ഈ കസുനിന്റെ വലിയ നേതാവാ. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്.